ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാറക്കല്ലാഹു ഫീക്കും ഹഫിദക്കുമുല്ലാഹ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രസിദ്ധരായ പ്രബോധകരെ കൂടുതൽ ആളുകൾ കേൾക്കുന്നതല്ല സത്യത്തിൻ്റെ മാനദണ്ഡം. മറിച്ച് സത്യത്തിൻ്റെ മാനദണ്ഡം അത് അള്ളാഹുവിൻ്റെ വഹിയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണ സമൂഹത്തിൽ വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. ആരെ കൂടുതൽ ആളുകൾ കേൾക്കുന്നു, ആർക്കാണ് കൂടുതൽ അനുയായികൾ, ആരുടെ പ്രഭാഷണത്തിനാണ് വലിയ ജനക്കൂട്ടം, ഇവയൊക്കെയാണ് സത്യത്തിൻ്റെ മാനദണ്ഡമെന്ന് ചിലർ കരുതുന്നു. എന്നാൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അതല്ല. അള്ളാഹു പറയുന്നു, വൈൻ തുതി അക്സറമം ഫിൽ അർളി യുദില്ലൂക അൻ സബീലില്ലാ. ഭൂമിയിലുള്ളവരിൽ അധികം ആളുകളെയും ഭൂരിപക്ഷത്തെയും നീ അനുസരിക്കുന്ന പക്ഷം അവർ നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും. ഇത് സൂറത്ത് അൻആം 6-ാം അധ്യായം 116-ാം വചനാണ്. അപ്പം എന്താ, ഭൂരിപക്ഷത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ അവർ നമ്മെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുമെന്നാണ് അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നത്. ഇവിടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് വളരെ ഗൗരവമായ ഒരു സത്യമാണ്. അതുകൊണ്ട് അധികം ആളുകൾ എന്നതുകൊണ്ട് അത് സത്യമാകുന്നില്ല. ജനപ്രീതി സത്യത്തിൻ്റെ തെളിവല്ല. ആൾക്കൂട്ടം ഹക്കിൻ്റെ സത്യത്തിൻ്റെ മാനദണ്ഡമല്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു മുസ്ലിങ്ങളെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഇത് അജബത്കും കസർത്തുക്കും ഫലം തുഗ്നി അൻകും ഷയ്യ. നിങ്ങളുടെ വലിയ എണ്ണത്തിൽ നിങ്ങൾ ആഹ്ലാദം കൊണ്ടിരുന്നെങ്കിലും അത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ല. ഇത് സൂറത്ത് തൗബയിലെ 9-ാം അധ്യായം 25-ാം വചനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനാണ്, ആയത്താണ്. ഹുനൈൻ യുദ്ധം സംഭവിക്കുന്നത് മക്ക ഫതഹ്ക്ക് ശേഷമാണ്. അങ്ങനെ വളരെ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് ഈ യുദ്ധം സംഭവിക്കുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ അവരുടെ അംഗസംഖ്യയിൽ അവർ ആഹ്ലാദം കൊണ്ടപ്പോൾ അള്ളാഹു അവരെ ആ ഹുനൈൻ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പരാജയപ്പെടുത്തി. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വലിയ സംഖ്യ ഉണ്ടായിരുന്നെങ്കിലും ആ സംഖ്യ, ആ എണ്ണത്തിൻ്റെ ആധിക്യം അവർക്ക് പ്രയോജനം ചെയ്തില്ല. ബാറക്കല്ലാഹു ഫീക്കും. നമ്മളിനി ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ അലൈഹിമുസ്സലാം അവരിൽ പലർക്കും കുറച്ച് അനുയായികളെ ഉണ്ടായിരുന്നുള്ളൂ. ചില നബിമാർക്ക് വളരെ കുറച്ച് പേരെ വിശ്വസിച്ചിരുന്നുള്ളൂ. ചിലർക്ക് അതുമായി ബന്ധപ്പെട്ട ഹദീസ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം അവരുടെ ദൗത്യം പരാജയപ്പെട്ടിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാ പറയുന്നുണ്ട്, ഒരു വ്യക്തിക്ക് ചുറ്റും ധാരാളം ആളുകൾ ഉണ്ടായിരിക്കുന്നത് അയാൾ സൽവൃത്തനാണെന്നതിൻ്റെ തെളിവല്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ചില പ്രവാചകന്മാരെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പിന്തുടർന്നിരുന്നുള്ളൂ. ഒരു പ്രവാചകൻ അന്ത്യനാളിൽ കുറച്ച് അനുയായികളുമായി വരും, ഒരു പ്രവാചകൻ അനുയായികൾ ഇല്ലാതെ വരും. ഇത് ബുഖാരിയിലെ ഹദീസാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അത്തരം ഒരു പ്രവാചകൻ സൽവൃത്തനല്ല എന്നാണോ ഇതിനർത്ഥം? ഷെയ്ഖ് ഫൗസാൻ ഹഫിദുല്ലാ ചോദിക്കുകയാണ്. ഇല്ല, തീർച്ചയായും ഇല്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മുമ്പിൽ സന്നിഹിതരാകുന്നൊരു വലിയ ആൾക്കൂട്ടത്തെ നമ്മൾ നോക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഒരനുയായമില്ലാത്ത പ്രവാചകൻ പോലും അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം അദ്ദേഹം സത്യം പറഞ്ഞിട്ടുണ്ട്. ആളുകൾ കേട്ടോ ഇല്ലേ, ആളുകൾ അനുയായിയായോ ഇല്ലേ എന്നത് അതൊരു വിഷയമല്ല. അതാണ് ഇവിടെ നമ്മളെ
പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. പറയുന്നത് സത്യമായിരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ബാധ്യത ജനങ്ങളെ സന്തോഷിപ്പിക്കലല്ല, സത്യം പറയലാണ്. ഇന്ന് നമുക്കറിയാം, കുറേ ആളുകൾ കേൾക്കുന്ന പ്രഭാഷകന്മാർ, പ്രബോധകന്മാർ, അവർ ആളുകളെ ചിരിപ്പിച്ചിട്ടാണ് പ്രബോധനം ചെയ്യുന്നത്, തമാശ പറഞ്ഞിട്ട്. അത് സലഫി മനഹജല്ല. ബാറക്കല്ലാഹു ഫീക്കും. സത്യം പറയണം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു നോക്കൂ. കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തൻ കസീറത്തൻ ബി ഇദ്നില്ല. കുറഞ്ഞതായ എത്രയോ സംഘം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം വലിയ സംഘത്തെ ജയിച്ചടക്കിയിട്ടുണ്ട്. ഇത് സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 249-ാം വചനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു വലിയ പാഠം പഠിക്കാനുണ്ട്. സത്യം വിജയിക്കാൻ ഭൂരിപക്ഷം നിർബന്ധമല്ല, അള്ളാഹുവിൻ്റെ സഹായം മതിയാകുന്നു. ചെറിയൊരു സംഘമായാലും അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ വിജയിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആളുകളുടെ എണ്ണമല്ല നോക്കേണ്ടത്. പിന്നെന്താ നമ്മൾ നോക്കേണ്ടത്? പറയുന്നത് ഖുർആനും സുന്നത്തുമാണോ, പ്രമാണങ്ങളാണോ, അള്ളാഹുവിൻ്റെ വഹിയാണോ പറയുന്നത്? പറയുന്നത് സലഫുസ്സാലിഹീങ്ങളുടെ മാർഗമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ്, പിന്നെ അതിന് ശേഷമുള്ളത്, പിന്നെ അതിന് ശേഷമുള്ള തലമുറയാണ് ഏറ്റവും നല്ല തലമുറ. അത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും, പിന്നെ താബീങ്ങളും, അടുത്ത തലമുറ, പിന്നെ തബൂ താബീങ്ങളും. അവരുടെ മാർഗമാണ് നമ്മൾ പിൻപറ്റുന്നത്. കാരണം അവരാണ് ഏറ്റവും ഉത്തമരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. സൂറത്ത് തൗബയിലെ 9:100 അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. അവരെ പിൻപറ്റണമെന്ന് അള്ളാഹു സൂറത്ത് തൗബയിലെ 100-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹും. അള്ളാഹു അവരെ കൊണ്ടും തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെ കൊണ്ടും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സലഫു സാലിഹ്ങ്ങളുടെ മാർഗമാണോ, അവരുടെ രീതിയാണോ പറയുന്നത്? അതിൻ്റെ തെളിവുകളാണോ പറയുന്നത്? ആ തെളിവുകളാണോ വിശദീകരിക്കുന്നത്? ആ തെളിവുകൾ വിശദീകരിക്കുമ്പോൾ സലഫുസ്സാലിങ്ങളുടെ മാർഗത്തെ പിൻപറ്റുന്ന പണ്ഡിതന്മാരെയാണ് ഉദ്ധരിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പ്രഭാഷണം പറയുന്ന ഒരു വ്യക്തി, അല്ലാതെ ആളുകളുടെ എണ്ണം നോക്കിയിട്ട് അദ്ദേഹത്തിന് കുറേ ആളുകളുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണ്, ശരിയാണ്. അല്ല, സത്യത്തെ വ്യക്തിയുമായി ബന്ധപ്പെടുത്തരുത്. ബാറക്കല്ലാഹു ഫീക്കും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുകൊണ്ട് കാഴ്ചകൾ, ലൈക്കുകൾ, ഫോളോവേഴ്സ്, ഇവ കൊണ്ടാണ് ആളുകളെ അളക്കുന്നത്. എത്ര ലൈക്സ് ഉണ്ട്, എത്ര വ്യൂസ് ഉണ്ട് എന്നതൊക്കെയാണ് ആളുകൾ നോക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അള്ളാഹു നോക്കുക നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ എന്നാണ്. നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും സത്യമാണോ പറയുന്നത് എന്നാണ് അള്ളാഹു നോക്കുക. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യലാണ്, പേരിനും പ്രശംസിക്കും വേണ്ടിയല്ല. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ വരുമ്പോൾ അത് ആളുകളെ കാണിക്കാനാവുമ്പോൾ അത് ചെറിയ ശിർക്കാകും. അത് നരകശിക്ഷയ്ക്ക് കാരണമാണ്. അങ്ങനെ സത്യം പറയുമ്പോൾ എന്ത് സംഭവിക്കും? സത്യം പറയുമ്പോൾ അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. അങ്ങനെ തിന്മ തടയുമ്പോൾ എന്ത് സംഭവിക്കും? വിമർശനങ്ങൾ വരും. കാരണം നമ്മൾ തിന്മ തടയുക എന്ന് പറഞ്ഞാൽ എന്താ തിന്മ? ഏറ്റവും വലിയ തിന്മ ഏതാ? അത് ഷിർക്കാണ്. പിന്നെ ഏതാ? ബിദ്അത്തുകളാണ്. അപ്പം നമ്മൾ തിന്മകൾ തടയുമ്പോഴാണ് നമ്മളെ ബഹിഷ്കരിക്കാൻ തുടങ്ങും, ഒറ്റപ്പെടലുകൾ അനുഭവിക്കാൻ തുടങ്ങും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കുറയും, എണ്ണം കുറയും, വ്യൂസ് കുറയും, ലൈക്സ് കുറയും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ പക്ഷെ ഒരു സത്യവിശ്വാസി നോക്കേണ്ടത് എന്താ? നമുക്ക് എത്ര വ്യൂസ് ഉണ്ടോ, നമുക്ക് എത്ര ലൈക്സ് ഉണ്ടോ എന്നല്ല,
നമ്മൾ നോക്കേണ്ടത് നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്നാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മൾ പ്രബോധനം ചെയ്യുമ്പം ആദ്യം ആരുടെയിലാണ് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ ആദ്യം പ്രബോധനം ചെയ്തത്? അത് കുടുംബത്തോടാണ്. ആദ്യമായി ഇറങ്ങിയ ആയത്തിൽപ്പെട്ടതാണ് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. ഇത് സൂറത്ത് തഹരീം 66-ാം അധ്യായം 6-ാം വചനാണ്. സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. അപ്പം നിങ്ങളെയും സ്വന്തത്തെയും കുടുംബത്തെയും. നമ്മൾ സ്വന്തം നമ്മൾ വിജ്ഞാനമുണ്ടാക്കണം, അത് കർമ്മത്തിൽ കൊണ്ടുവരണം, അത് പ്രബോധനം ചെയ്യണം. അത് പ്രബോധനം ചെയ്യുമ്പോൾ അത് ആദ്യം കുടുംബത്തിലാണ് പ്രബോധനം ചെയ്യേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു സൂറത്ത് നഹലിന് 125, 16-ാം അധ്യായം 125, വ അൻസിർ അഷീറത്തക്കൽ അഖറബീൻ. നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളെ നിങ്ങൾ താക്കീത് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം എന്ത് സംഭവിക്കും? കുടുംബങ്ങളെ താക്കീത് ചെയ്യുമ്പോഴും നമ്മളെ ആക്ഷേപിക്കാൻ തുടങ്ങും, ബഹിഷ്കരിക്കാൻ തുടങ്ങും. കാരണം നമ്മളെ കുടുംബത്തിലും ബിദ്അത്ത് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരോട് പറയേണ്ടതുണ്ട്. സമൂഹത്തോട് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുടുംബത്തോടാണ്. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ് ഇന്ന് കുടുംബത്തോട് പറയാൻ നല്ല അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഇന്ന് നമ്മളൊരു വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കോ പോയാൽ അവിടെയൊന്നും ആരും നമുക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടൂല. അതേസമയം എല്ലാവരും ഭൗതിക കാര്യങ്ങളായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരു ദഅവത്ത് അങ്ങനെ ഭംഗിയായി ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, കുടുംബ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ പ്രബോധകരെന്ത് ചെയ്യണം? ഈ ഗ്രൂപ്പുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രബോധനം ചെയ്യണം. കുടുംബത്തോട് നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തർക്കിക്കരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് പ്രബോധനം ചെയ്യുമ്പോൾ ഞാൻ വലിയ വിജ്ഞാനമുള്ള ആളാണ്, മാതാപിതാക്കൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ജയിക്കണമെന്ന നിയത്തോടെയൊന്നും അവരോട് പ്രബോധനം ചെയ്യരുത്. അള്ളാഹു പറഞ്ഞത് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അവരോട് തർക്കിക്കുക. ഒരു തർക്കം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അതേതാ? ഇത് സൂറത്തുൻ നഹലിലെ ആയത്താണ് 125. വജാദിൽഹും, അവരോട് തർക്കിക്കുക, ബില്ലത്തി, യാതൊന്നുകൊണ്ട്, അഹ്സന, ഏറ്റവും നല്ലത് ഏതാ? അത് അള്ളാഹുവിൻ്റെ വഹിയാണ്. അത് ഖുർആനും ഹദീസുകളും സഹാബാക്കളുടെ ആസാറുകളുമാണ്. അത് അള്ളാഹ് പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല സഹാബാക്കൾ പറഞ്ഞു റളിയല്ലാഹു അൻഹും. പിന്നെ അവർ പറഞ്ഞതുപോലെ കാല അൽ ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും അനുഭവിച്ചത് തന്നെ ചിലപ്പോൾ നമ്മളും അനുഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? സത്യം പറഞ്ഞപ്പം, തിന്മ തടയുമ്പോൾ, നീ കുടുംബ ബന്ധം തകർക്കാൻ വന്നയാളാണോ? അതേ ആക്ഷേപം നമുക്കും കേൾക്കാം. ഇവൻ കുടുംബ ബന്ധം തകർക്കാൻ വന്ന ആളാണ് എന്ന് പറയാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വതവാസൗ ബിൽ ഹഖി, നിങ്ങൾ പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുക. വതവാസൗ ബിസ്സബർ, നിങ്ങൾ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുക. അപ്പം ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ, നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ വികാരപരമായി പ്രതികരിക്കരുത്. അവിടെ നമ്മൾ ഏറ്റവും നല്ലതായ പ്രമാണങ്ങൾ വിട്ട് നമ്മൾ വേറെ രീതിയിൽ തർക്കിക്കരുത്. അവർ ഒരിക്കലും വ്യക്തിഹത്യ നടത്തരുത്. നമ്മളെപ്പോഴും പ്രമാണങ്ങൾ കൊണ്ട് മാത്രം സംസാരിക്കുക. അത് വിജയിക്കും. പ്രമാണങ്ങൾ കൊണ്ട് സംസാരിച്ചാൽ ഏതൊരു വിഷയവും അത് ദീർഘിച്ചു പോവില്ല. ഏതൊരു വിഷയം നമുക്ക് നമ്മളെ കുടുംബത്തോട് സംസാരിക്കാം. 2-3 ദിവസം കൊണ്ട് വിഷയം തീർക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ട് നമുക്കെന്ത് ചെയ്യാം? ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുത്.
ബാറക്കല്ലാഹു ഫീക്കും. ആ ഗ്രൂപ്പിൽ പ്രബോധനത്തിൻ്റെ സന്ദേശങ്ങൾ മാത്രം അയക്കുക. ആരെങ്കിലും അതിനെ വിമർശിച്ചാൽ അതിന് മാത്രം മറുപടി പറയുക. വേറെ സംസാരങ്ങളോ ഭൗതിക സംസാരങ്ങളോ ഒന്നും പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇപ്പോൾ കുറേ ആളുകളിലേക്ക് ഒരു സന്ദേശം എത്തുന്നു. നമുക്കറിയാം വലിയ വലിയ പ്രഭാഷകന്മാരുണ്ട്. കുറേ വ്യൂസും ലൈക്സും ഉള്ള പ്രഭാഷകന്മാർ. പക്ഷെ അവർ തിന്മ തടയാത്തവരാണ്. അവർ വിദ്അത്തുകൾക്കെതിരെ സംസാരിക്കൂല, ശിർക്കിനെതിരെ സംസാരിക്കൂല. ബാറക്കല്ലാഹു ഫീക്കും. ഇങ്ങനത്തെ ആളുകൾക്ക് കുറേ ആളുകളിലേക്ക് എത്തുമ്പം അത് സത്യമല്ല എത്തുന്നത്. അപ്പോൾ പരലോകത്ത് എന്താ? അത് പരലോകത്ത് യാതൊരു പ്രയോജനം ചെയ്യുകയില്ല. എന്നാൽ ഒരു പ്രബോധകൻ, അവൻ സത്യമാണ് പറയുന്നത്, അവൻ വിദ്അത്തുകൾക്കെതിരെ സംസാരിക്കുന്നു, ഷിർക്കിനെതിരെ സംസാരിക്കുന്നു, ഹറാമുകൾക്കെതിരെ സംസാരിക്കുന്നു. അത് സലഫുസ്സാലിഹ്ങ്ങളുടെ മൻഹജ് മാർഗപ്രകാരം രീതിപ്രകാരം സംസാരിക്കുന്നു. അത് പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് എത്തുന്നുള്ളൂ. വ്യൂസ് വളരെ കുറവാണ്, ലൈക്സ് വളരെ കുറവാണ്. പക്ഷേ അത് കുറച്ച് ആളുകൾക്ക് എത്തുന്നുള്ളൂവെങ്കിലും ആ എത്തുന്ന ആളുകൾക്കൊക്കെ എത്തുന്നത് എന്താ? സത്യാണ്. അത് പരലോകത്ത് പ്രയോജനം ചെയ്യും. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.